മഹാ അത്ഭുതം. നമ്മള് എന്തായാലും പോയി കാണേണ്ട അമ്പലം. തകർത്തു ശ്രീരംഗം പിന്നെ തഞ്ചാവൂരും കാണാനുള്ളത്. ഇപ്പൊ കണ്ടപ്പോ നമ്മള് ട്രെയിനിൽ വരുമ്പോ ട്രെയിനിൽ വരാൻ ഫസ്റ്റ് പ്ലാൻ ഇട്ടത് നമ്മളിപ്പോ കാറിലാണ് വന്നത്. ശരിക്കും പറയാ ഇവിടേക്ക് വരിക വണ്ടി ഇറങ്ങിട്ട് വരണം. ട്രെയിനിൽ വന്നു കഴിഞ്ഞാൽ ഈ അമ്പലം മാത്രമേ കാണാൻ പറ്റുള്ളൂ. മറ്റാകുമ്പോ ശ്രീരംഗം പിന്നെ കുംഭകോണം അങ്ങനെ കുറെ വ്യത്യസ്തമായ. ഹലോ ഗൈസ്, ഇന്നലെ നൈറ്റ് നമ്മൾ തഞ്ചാവൂരിൽ സ്റ്റേ ചെയ്ത ഹോം സ്റ്റേയിലാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. D4 മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കാലത്ത് കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തഞ്ചാവൂർ പെരിയ കോവിൽ കാണാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ കാറ് ഉള്ളിലായിരുന്നു ഇന്നലെ പാർക്ക് ചെയ്തത്. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് ഇതേ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ തഞ്ചാവൂർ അമ്പലത്തേക്ക്. ഇപ്പോൾ സമയം കാലത്ത് ഒരു 9 മണിയായിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ നമ്മളിവിടെ തഞ്ചാവൂർ എത്തിയത് തന്നെ. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണാം കേട്ടോ. നമ്മുടെ ആദ്യത്തെ പരിപാടി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, നന്നായിട്ട് ഫുഡ് അടിക്കുക. നമ്മൾ ഇന്നലെ പാർക്ക് ചെയ്ത ആ ഗ്രൗണ്ടിൽ തന്നെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് തൊട്ടടുത്ത് കണ്ട ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ട് അമ്പലത്തേക്ക് കയറാനുള്ള പരിപാടിയാണ്. പുറമേന്ന് കാണുമ്പോൾ നല്ല വലിയ ഹോട്ടലാട്ടാ. തഞ്ചാവൂർ അമ്പലത്തിന്റെ സിഗ്നലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഹോട്ടൽ. ഉൾഭാഗം എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. സംഭവം ഇന്നലെ വൈകുന്നേരം നല്ല ക്ഷീണമായ കാരണം നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ ഈ ഹോട്ടലിലേക്ക് നമ്മൾ കയറി വരുന്ന വഴിക്കുണ്ടല്ലോ, ഇവിടെ വലിയൊരു ക്ലോക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ. നമ്മളിപ്പോൾ ഈ ഹോട്ടലിലേക്ക് കയറി ചെല്ലേണ്ട ഭാഗത്ത് തന്നെ സെൽഫ് സർവീസ് ആട്ടോ അവിടെ ഉള്ളത്. അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ഹോട്ടലിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടാ. ഇവിടെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അവർ സപ്ലൈ ചെയ്തോളും. നമ്മളവിടെ ചെന്നിരുന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കാൻ വന്നു. നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ എത്തി. ഞാൻ ഇഡ്ഡലി ആട്ടാ കഴിച്ചത്, ബാക്കി എല്ലാവരും ദോശയും കാര്യങ്ങളൊക്കെ കഴിച്ചത്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടാൻ നമ്മളായിട്ടില്ല കേട്ടോ. ചമ്മന്തി, ചട്നി, സാമ്പാർ, എൻ്റെ പൊന്നെ എന്തുട്ട ടേസ്റ്റ്. അടിപൊളി ഫുഡ്, അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഇവിടുത്തെ. ഇവിടുത്തെ ഫുഡും സൂപ്പറായിരുന്നു, പിന്നെ വിലയും സൂപ്പറായിരുന്നു. വില കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ. പിന്നെ നല്ല ഫുഡ് കിട്ടിയല്ലോ, അതൊരു ആശ്വാസം. അപ്പം നമ്മുടെ ആ വക പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നേരെ അമ്പലത്തിലേക്ക്. നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ ഒരു 100 മീറ്ററുള്ളോ ഈ പെരിയ കോവിലേക്ക് തന്നെ. ഇതെവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും നമുക്ക്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം പറയാൻ മറന്നു. ഇവിടെ നല്ല അടിപൊളി വെയിലാട്ടാ, കണ്ണ് മഞ്ഞളിക്കുന്ന വെയിലാ. നമുക്ക് അറിഞ്ഞൂടാ അതിൻ്റെ ഉള്ളിൽ ഇപ്പം ഇനി എങ്ങനെയാവുന്നു. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മളിപ്പോൾ നടന്ന് പോകണതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഓട്ടോഷപ്പേട്ട കേട്ടാ. തുരാന്ന് ഓട്ടോ ഇട്ടുണ്ട് ഇവിടെ. ഇന്നലെ വൈകുന്നേരം നമ്മൾ ഇതിൻ്റെ ടൗണിൽ പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ വിളിച്ചപ്പോൾ 160 ഒരു 200 രൂപ കേട്ടാ ഈ തൊട്ടടുത്ത സ്ഥലത്തിന് വേണ്ടി ചോദിച്ചത്. അപ്പോൾ പേശിയിട്ടൊക്കെ ഓട്ടോ വിളിച്ചാൽ മതി, ഓട്ടോ വിളിക്കുന്ന ആൾക്കാർ. നമ്മളിതേ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ എത്തിണ്ട് കേട്ടാ. ഇവിടെ വെയിൽ കൂടിയ കാരണം കൊണ്ട് കാല് പൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് ചവിട്ടിയിട്ടുണ്ട് കേട്ടോ അതിലൂടെ നടന്നു പോകാൻ വേണ്ടിയിട്ട്. അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ആൾക്കാർ കുറച്ചുണ്ട്, പക്ഷെ വലിയ തിരക്കൊന്നുമില്ല. ഇന്നലെ വൈകുന്നേരം ഭയങ്കര തിരക്കായിരുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ കാണുന്ന ഗോപുരത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ നമുക്ക് അമ്പലത്തിലേക്ക് കയറാനുള്ളത്. നമ്മുടെ കാലിൽ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം. അവിടെ ഉള്ളിൽ ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലം വേറെ ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ ആദ്യത്തെ ഗോപുരത്തിൻ്റെ ഉള്ളിൽ കൂടെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ഒരുപാട് ആൾക്കാർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഫോട്ടോ എടുക്കുന്നതിന് പ്രോബ്ലവും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ചെക്കിങ് സമയത്ത് ഫോട്ടോ എടുക്കാൻ പാടില്ല കേട്ടോ. ഇതാണ് കേട്ടോ രണ്ടാമത്തെ ഗോപുരം. ഇതിൻ്റെ മുകളിലുള്ള പ്രതിമകളും കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷിങ്ങിലായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ അമ്പലത്തിനെ കുറിച്ചിട്ടുള്ള ചെറു വിവരണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബൃഹദീശ്വര ടെമ്പിൾ തഞ്ചാവൂർ. ഈ പെരിയ കോവിലിനെ ബൃഹദീശ്വര ടെമ്പിൾ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. എല്ലാവരും പെരിയ കോവിൽ എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ ഈ ഗോപുരത്തിൻ്റെ ഉള്ളിൽ കൂടെ അടുത്ത ഗോപുരത്തിൻ്റെ അവിടേക്ക് പ്രവേശിക്കാൻ കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ ആ ഗോപുരം കാണാൻ പറ്റും, പക്ഷെ ഭയങ്കര ഗ്ലയർ അടിക്കുന്നു കേട്ടോ. പക്ഷെ നമ്മൾ അടുക്കും തോറും ഇതേപോലെ ഗ്ലയറൊക്കെ മാറി നല്ല നീല നിറത്തിലുള്ള ആകാശമായിട്ട് അപ്പോൾ കാണാൻ പറ്റണത്. നമ്മളിവിടെ വന്ന് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള ഒരു വ്യൂ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഗോപുരത്തിന്റെ മുമ്പിൽ തന്നെ 2 സൈഡിലായിട്ട് പുല്ലുകൊണ്ട് വലിയൊരു ഗാർഡൻ നല്ല ഭംഗിയിൽ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ 2 ഗാർഡനിൽ നടുക്കൂടെയാണ് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വഴി ഒരുക്കിയിട്ടുള്ളത്. നമ്മളിത് ചെരുപ്പൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ക്ലോക്ക് റൂമിൻ്റെ അവിടേക്ക് എത്തിയേക്കാട്ടാ. ക്ലോക്ക് റൂമിൻ്റെ അവിടെ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഭയങ്കര ക്യൂ ആട്ടാ, ഭയങ്കര തിരക്കാണ് അതിൻ്റെ ഉള്ളത്. കാരണം കൊണ്ട് തന്നെ നമ്മൾ പുറത്താണ് ചെരുപ്പ് വെച്ചിട്ടാ. ഒരുപാട് പേര് പുറത്തിങ്ങനെ ചെരുപ്പ് വെച്ച് പോകുന്നുണ്ടാ. നമ്മളിങ്ങനെ ചെരുപ്പും കാര്യങ്ങളൊക്കെ ക്ലോക്ക് റൂമിൽ കൊടുക്കാണ്ട് പുറത്തത് ഇങ്ങനെ ഇടുന്നുണ്ട്. യാതൊരുവിധ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അവിടെ. അങ്ങനെ ഇവർ പുറത്ത് സെറ്റ് ചെയ്തിട്ടുള്ള ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഒരുപാട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളിപ്പോൾ അതേ അടുത്ത ഗോപുരത്തിൻ്റെ ഉള്ളിൽ കൂടെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോകാട്ടാ. നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് കുളിർമയാണ് അതിമനോഹരമായിട്ടൊരു കാഴ്ചയായിട്ട് അപ്പം നമുക്ക് കാണാൻ പറ്റുന്നത്. പുറത്ത് നമ്മൾ കണ്ട പോലെ അല്ല കേട്ടാ, ഉള്ളിൽ ഒരുപാട് ആൾക്കാർ ഇന്ന് ഈ അമ്പലം കാണാൻ വന്നിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. ശനിയും ഞായറൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാന്നാണ് പറഞ്ഞു കേട്ടത്. നമ്മൾ കയറി വന്ന ഈ ഗോപുരത്തിൽ നല്ല പ്രതിമകൾ മാത്രമല്ല കേട്ടാ, സംസ്കൃതത്തിലോ ഹിന്ദിയിലോ ഏതോ ഭാഷയിൽ നിറയെ കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് കേട്ടാ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഗോപുരത്തിൻ്റെ ഒരു സൈഡിൽ മാത്രമല്ല കേട്ടാ, 2 സൈഡിലും സംസ്കൃതത്തിലോ ഹിന്ദിയിലോ കുറേ കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ അമ്പലത്തിനുള്ളിൽ കയറിയപ്പോൾ ഭയങ്കര അതിശയായിട്ടാ.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു അമ്പലം, ഇത്രയും കൊത്തുപണികൾ നിറഞ്ഞിട്ട് വളരെ മനോഹരമായ ഒരു അമ്പലം ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ഭംഗിയോടെ എങ്ങനെ നിർമ്മിച്ചു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എവിടെ നോക്കിയാലും ഭംഗിയാ, ഇതിങ്ങനെ കണ്ടു നടക്കാനെ. തഞ്ചാവൂരിലെ ഈ ബൃഹദീശ്വര ക്ഷേത്രം, അതായത് പെരുകോവിൽ, ഭാരതത്തിലെ ഏറ്റവും മഹത്തായ പുരാതന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ചോളരാജാവായ രാജരാജ ചോളൻ ക്രിസ്തുവിന് ശേഷമുള്ള 10-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരം ഏകദേശം 216 അടി ഉയരമുണ്ട് കേട്ടോ. ഇത് മുഴുവനായിട്ടും ഗ്രാനൈറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതൊരു അത്ഭുതമാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം ആ സമയത്ത് തഞ്ചാവൂരിൽ ഗ്രാനൈറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗ്രാനൈറ്റ് കല്ല് വേറെ ഏതോ രാജ്യത്ത് നിന്ന് കൊണ്ടുവന്ന് ക്ഷേത്രം പണികഴിപ്പിച്ചു എന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറയണത്. ഈ കാണുന്ന നന്ദിപ്രതിമ ഈ അമ്പലത്തിലെ മറ്റൊരു സംഭവം കേട്ടോ. ഒറ്റ കല്ലിൽ കൊത്തിയെടുത്തിട്ടുള്ള ഈ ഗ്രാനൈറ്റ് കൊണ്ടുള്ള നന്ദിപ്രതിമയ്ക്ക് 25 ടണ്ണ് ഭാരമുണ്ടെന്നാണ് പറയുന്നത്. ഇതിന് ഏകദേശം 16 അടി നീളമുണ്ട്, 13 അടി ഉയരമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ശിലാനന്ദികളൊന്നാണിത്. ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ ഞാനിവിടെ കണ്ടപ്പോൾ ഞാൻ ഏതോ മായാലോകത്തേക്ക് പോയ പോലെ ആയിരുന്നു എനിക്ക്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുന്നത്. ഈ പെരിയ കോവിലിൽ സമർപ്പിച്ചിട്ടുള്ള ശിവലിംഗം വളരെ വലുതും വളരെ മഹത്വമുള്ളതാണ് കേട്ടോ. ഏകദേശം 13 അടി ഉയരമുണ്ട്. ഈ ക്ഷേത്രത്തെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കൊത്തുപണികളുടെ മായാലോകം എന്ന് തന്നെ പറയാം. ഈ ക്ഷേത്രത്തിൻ്റെ ഭിത്തികളിൽ ശിവൻ്റെ കുറേ രൂപങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ദേവതയുടെ ശില്പങ്ങൾ, പിന്നെ നൃത്തഭാവങ്ങൾ, യുദ്ധദൃശ്യങ്ങൾ. ഇവിടുത്തെ ഓരോരോ ശില്പങ്ങൾക്കും ദൈവത്തിൻ്റെ ഭാവവും ആകർഷണവും കിട്ടാൻ വേണ്ടിയിട്ട് കൃത്യതയോടെ അത്ര കൊത്തിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ജീവിച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഈ കൊത്തുപണികളൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിലെ എല്ലാ തൂണും ഗ്രാനൈറ്റിൽ നിന്നാണ് കുത്തിയെടുത്തിട്ടുള്ളത്. ഓരോ തൂണും ഓരോ കല്ലിലായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിലെ ചില മണ്ഡപങ്ങളിലെ തൂണുകളിൽ ചെറുതായിട്ടൊന്ന് തട്ടിക്കഴിഞ്ഞാൽ സംഗീതം പോലുള്ള ശബ്ദം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ഇത് ശില്പികൾ കൃത്യമായിട്ട് കണക്കാക്കി നിർമ്മിച്ചാണെന്നും പറയപ്പെടുന്നത്. ഈ അമ്പലത്തിലെ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നത്. ഇപ്പോഴും ഈ അമ്പലത്തിലെ ചെറിയ ചെറിയ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല വെയിലായ കാരണം അധികം ഇവിടെ ചുറ്റിക്കിറങ്ങാൻ നിന്നില്ല കേട്ടോ. ഞങ്ങൾ വേഗം വേഗം കണ്ടുപോന്നു. പിന്നെ ഈ അമ്പലത്തിൽ ഈ ഭാഗത്ത് മാത്രം തണല്ലോ കേട്ടോ, ബാക്കിയുള്ളിടത്തൊക്കെ ഭയങ്കര വെയിലാണ്. പിന്നെ ഒരുപാട് മലയാളീസ് ഇന്ന് ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് മലയാളീസ് വന്നിട്ടുണ്ട്. എല്ലാവരും ഇവിടെ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. കുറേ ആൾക്കാർ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കും കയറുന്നുണ്ട്. പിന്നെ ഈ അമ്പലത്തിൽ വന്നിട്ട് ഫോട്ടോ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ വന്ന സമയത്ത് ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളും എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ ഈ അമ്പലത്തിൻ്റെ നിർമ്മാണ രീതിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ക്ഷേത്രം മുഴുവൻ ഗ്രാനൈറ്റ് കൊല്ലുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആകൃതി നോക്കുകയാണെങ്കിൽ ക്ഷേത്രം പിരമിഡ് രൂപത്തിൽ കയറിപ്പോകുന്ന ഘടനയിലാട്ടാ. ചുരുക്കം പറഞ്ഞാൽ ശില്പികളുടെ കലയും ശാസ്ത്രജ്ഞന്മാരുടെ മികവും ചോളരാജാക്കന്മാരുടെ ഭക്തിയും ചേർന്നിട്ടുള്ള ഏറ്റവും വലിയൊരു അത്ഭുതം തന്നെയാണ് ഈ പെരിയ കോവിൽ. പിന്നെ ഈ നഗരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ തഞ്ചൂർ തമിഴ്നാടിൻ്റെ കാവേരി നദീതടത്തിലാട്ടാണ് സ്ഥിതി ചെയ്യണത്. മാത്രമല്ല ഈ നഗരം ചോള രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. പിന്നെ ഈ അമ്പലം 13 ഏക്കറിലാണ് കേട്ടോ സ്ഥിതി ചെയ്യണത്. പിന്നെ ഈ അമ്പലത്തിലെ പ്രധാന ഘടകങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഗർഭഗൃഹം, നന്ദി മണ്ഡപം, മഹാമണ്ഡപം, ചുറ്റുമതിൽ. പിന്നെ തഞ്ചാവൂർ കൊട്ടാരം, സരസ്വതി മഹാൽ ലൈബ്രറി, സ്വാമിമലയൻ നഗരം, കാവേരി നദി, ഇതൊക്കെ ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ടുള്ളത്. രാജരാജ ചോളൻ ഏകദേശം 1003 ഈ ക്ഷേത്രം നിർമ്മിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇത് പൂർത്തിയായത് 1010. അങ്ങനെ നോക്കുകയാണെങ്കിലേ 1000 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് കേട്ടോ ഈ ക്ഷേത്രം. ചോളന്മാരുടെ മഹത്വത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണം തന്നെയാണ് കേട്ടോ തഞ്ചാവൂരിലെ ഈ പെരിയ കോവിൽ. ഇവിടുത്തെ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇന്നലെ വൈകുന്നേരം നമ്മളിവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നൈറ്റ് വ്യൂവും ഇപ്പോഴത്തെ വ്യൂവും രണ്ടാട്ടാ. ഏത് സമയത്താണ് ഭംഗി കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഉത്തരമില്ല. 2 സമയത്തും 2 ഭംഗിയാണ്. ഇന്നലെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി തൊഴുതിരുന്നു കേട്ടോ. ആ ഒരു വലിയൊരു ശിവലിംഗമൊക്കെ ശരിക്കും കാണാൻ പറ്റി. തിരക്കൊക്കെ ഉണ്ടായിരുന്നു, എന്നിരുന്നാലും വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ നൈറ്റ് വ്യൂ കാണാമെന്ന് എൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്ത ആൾക്കാർ അത് പോയി കണ്ടോളൂ കേട്ടോ. ഈ അമ്പലത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്, പ്രത്യേകിച്ച് ഈ ഒരു വ്യൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരുപാട് തൂണുകളുണ്ട്. ഈ തൂണുകളൊക്കെ ഒരുപാട് നല്ല നല്ല കുത്തുപണികളുണ്ട്. അതും വളരെയധികം മനോഹരമായിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളത്. കണ്ടാലും മതി വരാത്തൊരു സ്ഥലം എന്ന് തന്നെ ഈ അമ്പലത്തെ നമുക്ക് വിശേഷിപ്പിക്കാട്ടോ. ഞാൻ നേരത്തെ നോക്കിയപ്പോൾ ഈ ഭാഗത്ത് വളരെയധികം തിരക്കാറുണ്ടാ. ഇപ്പൊ തിരക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്ദി പ്രതിമയും കൂടി കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചത്. ഇപ്പോൾ നന്ദി പ്രതിമ കാണാനായിട്ട് മുകളിൽ കയറിക്കൊണ്ടിരിക്കട്ടാ. ഇത് വളരെയധികം പ്രാധാന്യം ഉണ്ട് കേട്ടോ ഈ നന്ദി പ്രതിമയ്ക്ക്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ മുകളിൽ വന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ നന്ദി പ്രതിമയുടെ അടുത്ത് വന്ന് നോക്കുമ്പോഴാട്ടാ ഇതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ നമുക്ക് ഗൈഡിനെ കേട്ടിട്ടാ. എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഗൈഡ് ടൂറിസ്റ്റുകൾക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത്രയും വെയിലത്തെ ഇത്രയധികം നടന്നിട്ടേ നമ്മൾ ഈ മണ്ഡപത്തിനുള്ളിൽ കയറിപ്പോൾ വളരെയധികം ആശ്വാസം തോന്നിയിട്ടാ. സത്യം പറഞ്ഞാൽ ഒന്നിലെ കാലത്ത് നേരത്തെ വന്ന് തൊഴുതു പോകണം, അല്ലെങ്കിൽ വൈകുന്നേരം വന്ന് തോന്നണം. ഇതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മളിവിടുത്തെ ചൂട് കൊണ്ട് ചാവാറാവും. ഇനി നമ്മളിവിടുത്തെ തൊഴലൊക്കെ കഴിഞ്ഞ് നേരെ കുംഭകോണത്തേക്ക് വെച്ച് പിടിക്കാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ.
അവിടുത്തെ ഐരാവത ക്ഷേത്രം കൂടി കണ്ടിട്ട് നേരെ തൃശ്ശൂർക്ക് വെച്ച് പിടിക്കാന്നാണ് ഇപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഗോപുരം വളരെ ഭംഗിയിലാട്ടോ നമുക്കിപ്പോൾ കാണാൻ പറ്റണത്. ഇപ്പൊ ഈ കാണാൻ പറ്റുന്ന മെയിൻ ഗോപുരം ഏകദേശം 66 മീറ്റർ ഉയരണ്ടിട്ട് ഏകദേശം 216 അടിയാണ്. ദ്രാവിഡ ശൈലിയിലെ പിരമിഡ് ആകൃതിയിലാട്ടോ അത് രൂപീകരിച്ചിട്ടുള്ളത്. ആ ഗോപുരത്തിന്റെ മുകളിൽ വെച്ചിട്ടുള്ള കലശം, അതായത് ആ റൗണ്ട് കല്ല് ഏകദേശം 80 ടൺ ഭാരണ്ട് കേട്ടോ. ഒറ്റ ഗ്രാനൈറ്റ് ശിലയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. യന്ത്രങ്ങളില്ലാത്ത സമയത്ത് ഏകദേശം 6 കിലോമീറ്റർ നീളമുള്ള ചെരിവ് റാമ്പ് നിർമ്മിച്ചിട്ട് ആ കല്ല് മുകളിലേക്ക് കയറ്റിയെന്നാണ് ഇവിടുത്തെ ആൾക്കാർ വിശ്വസിക്കുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതേ പുറത്തേക്ക് കിടന്നുട്ടാ. ദേ ഇവിടെ നമ്മളെ ടീംസ് ഇവിടെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടാ. എന്നിട്ട് സംഭവം നമുക്ക് നോക്കി നോക്കാം. ദേ ഇവിടെ തഞ്ചാവൂർ ബൊമ്മ വെക്കുന്നുണ്ടാ. ഇത് വാങ്ങാനുള്ള പരിപാടിയാണ്. ഈ തഞ്ചാവൂർ ബൊമ്മ കാണാൻ തന്നെ നല്ല രസാട്ടാ. ഇതിന്റെ തലാട്ടലൊക്കെ കാണാനായിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇതൊക്കെ കണ്ടു നിന്നുട്ടാ. ലാസ്റ്റ് ഞങ്ങൾ 4 പീസ് തഞ്ചാവൂർ ബൊമ്മ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോന്നു. പിന്നെ ഈ ഒരു തഞ്ചാവൂർ അമ്പലം കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായി, മാത്രമല്ല ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ തന്നെ കാണാൻ എന്ത് ഭംഗിയല്ലേ. നമ്മുടെ സ്റ്റേ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലേ? വീടിനോട് ചേർന്നിട്ടുള്ള റൂം കുഴപ്പമില്ല, നന്നായിരുന്നു. നല്ല സൈലന്റ് ഏരിയ, ഹോം സ്റ്റേ സൗകര്യം ഉണ്ടായിരുന്നു. ഇനിയും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ തഞ്ചാവൂരിൽ നിന്ന് വിട്ടു പോകാൻ കേട്ടോ. നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇതേപ്പോൾ തഞ്ചാവൂരിൽ നിന്ന് കുംഭകോണത്തേക്ക് പോണ വഴിയാണ് കേട്ടോ. നമ്മൾ കുംഭകോണത്ത് പോയിട്ട് ഫിൽറ്റർ കോഫിയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നമ്മുടെ ചാനലിലിട്ടുണ്ട്, കാണാത്ത ആൾക്കാർ പോയി കണ്ടോളൂ. അപ്പോൾ അടുത്ത കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് കുംഭകോണത്ത് വെച്ച് കാണാം. അതുവരേക്കും ബൈ ബൈ.